ഈ ഇടയ്ക്കായിട്ട് 12% റിട്ടേൺസ് തരുന്ന ബോണ്ടിനെ കുറിച്ചൊക്കെ നിങ്ങൾ കൂടുതൽ പരസ്യം കാണുന്നുണ്ടായിരിക്കും. ചില ബോണ്ട്സ് ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ പ്രോമിസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ വീഡിയോയിൽ ഇങ്ങനത്തെ ബോണ്ട്സിൽ എന്ത് തരം റിസ്ക്കാണ് ഉള്ളത്, എന്തുകൊണ്ടാണ് ഇത്തരം ബോണ്ട്സിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നെക്കുറിച്ച് നമുക്ക് കാണാം. ബോണ്ട്സിന് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ഈ ബോണ്ടിൽ എത്ര റിസ്ക് ഉണ്ട് എന്ന് പറയുന്നത്. AAAയിൽ തുടങ്ങി AA, സിംഗിൾ എ, BBB, BB അന്ന് താഴോട്ട് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. AAA പിന്നെ അതിന് മുകളിൽ സോവറിൻ റേറ്റഡ്. ഈ ബോണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ള ബോണ്ട്സ്. ഒരു ചെറിയ ഇൻവെസ്റ്റർ കൂടുതലും AAA റേറ്റഡിലോ പിന്നെ വേണമെങ്കിൽ AA+ റേറ്റഡിലോ ഇങ്ങനത്തെ ബോണ്ട്സിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിന് താഴെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളതിൽ അതനുസരിച്ചുള്ള റിസ്ക് ഉണ്ട്. ഇന്നത്തെ ബാങ്ക് FD റേറ്റ് 6-7% ലാർജ് ബാങ്ക്സിൻ്റെ. AAA റേറ്റഡ് ബോണ്ട്സിൻ്റെ ഇൻട്രസ്റ്റ് ഏതാണ്ട് ഇത്രയൊക്കെ വരത്തുള്ളൂ. അതിൽ കൂടുതൽ, അതായത് അതിന് താഴോട്ട് പോകുമ്പോൾ, അതായത് AA+ പോകുമ്പോഴേ നമുക്ക് ഇതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. ഇപ്പോൾ AA+ൻ്റെ കാര്യത്തിൽ 7.5 തൊട്ട് 8.5% നിങ്ങളുടെ ഇൻട്രസ്റ്റ് വരിക. AA-, അതായത് ചെറിയ ഇൻവെസ്റ്റേഴ്സ് ആവുന്നതും അവോയ്ഡ് ചെയ്യുന്ന കാറ്റഗറി ഇവിടെയാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ റേറ്റ് 9% കൂടുതൽ കാണും. A- അതിന് താഴെ പോവുകയാണെങ്കിൽ 10-12% നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും. പക്ഷേ അതിനുള്ളിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. നോർമലി ഈ കമ്പനികൾ, അതായത് 8-9-10% ബാങ്കിൽ ചെന്ന് ബാറോ ചെയ്യാൻ പറ്റാത്ത കമ്പനികളാണ് പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ബാറോ ചെയ്യുന്നത് 12% ഓഫർ ചെയ്തിട്ട്. പക്ഷേ ബാങ്ക് ഈ കമ്പനികളെ അവോയ്ഡ് ചെയ്യുന്നത്, അതായത് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലെൻഡ് ചെയ്യാൻ അവോയ്ഡ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള റിസ്ക് ഉള്ളത് കൊണ്ടാണ്. സോ ഈ കമ്പനികളിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രശ്നം വന്നാൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ബോണ്ട് ഇൻവെസ്റ്റേഴ്സിന് അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ക്യാപിറ്റൽ പോലും തിരിച്ചു വരാതെ ആകുന്ന സാഹചര്യം വന്നേക്കാം. സോ നിങ്ങൾ 12% റിട്ടേൺ വരുന്നു നോക്കി കാത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ തന്നെ വരാത്ത സാഹചര്യം വന്നു പോയാൽ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ അല്ലല്ലോ അത്. അതുകൊണ്ട് ഇത്രയും ഹൈ റിട്ടേൺ ഓഫർ ചെയ്യുന്ന ബോണ്ട്സിൽ ഇങ്ങനെ റിസ്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യണം. ഇത് കോർപ്പറേറ്റ് ബോണ്ട്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ് ബോണ്ട്സിലും ചില സ്റ്റേറ്റ് ഗവൺമെൻറ് ബോണ്ട്സിൽ റിസ്ക് ഉണ്ട്. ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്. സോ കൂടിയും കുറഞ്ഞും ഇരിക്കും. റീസെൻ്റ്ലി നോക്കിയാൽ ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു ബോണ്ടിന് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സോ നമുക്ക് അറിയാവുന്ന വലിയ സ്റ്റേറ്റ്സിൽ പോലും ഈ പ്രശ്നം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഹൈ റിട്ടേൺ ഓഫർ ചെയ്യുന്ന ബോണ്ട്സ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും കോർപ്പറേറ്റ്സ് ആയാലും ആവുന്നതും അവോയ്ഡ് ചെയ്യുക. അങ്ങനെ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ പ്രൊട്ടക്റ്റഡ് ആണ്, സേഫാണ്. റിട്ടേൺ ഒന്ന് കുറഞ്ഞേക്കാം, പക്ഷേ നിങ്ങളുടെ ക്യാപിറ്റൽ ഉറപ്പായിട്ട് തിരിച്ചു വരും. കെയർഫുള്ളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ബോണ്ട്സിൽ ഇങ്ങനത്തെ പരസ്യങ്ങളിൽ വീണു പോകാതെ ഊരി പോകണം നിങ്ങൾ.